നമസ്കാരം. റാപ്പർ വേടനെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് താരം ബലാത്സംഗ പരാതി നേരിടുന്നത്. 2012 സംഭവത്തിൽ നേരത്തെ വേടൻ പരസ്യമായി മാപ്പ് പറഞ്ഞ് തടിയൂരിയിരുന്നു. ഇതിന് പിന്നാലെ ലഹരി കേസും വന്നു. ഇപ്പോഴിതാ യുവ ഡോക്ടറുടെ വെളിപ്പെടുത്തലാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിഷയത്തിൽ പ്രതികരിച്ച നിരവധി താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ അഖിൽ മാരാർ രൂക്ഷ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ കയ്യടിയും നേടുന്നുണ്ട്. മുൻപും വേടന്റെ നിലപാടുകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുള്ള ആളുകൂടിയാണ് അഖിൽ മാരാർ. വേടൻ ആരാധിക്കുന്ന രാവണൻ ബലാത്സംഗ വീരനായിരുന്നുവെന്നും രാവണന്റെ ഗുണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേടനിൽ നിലനിൽക്കുന്നുണ്ട് എന്നും അഖിൽ മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്നുണ്ട്. എന്തായാലും അഖിൽ മാരാറിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇവിടെ വായിക്കുകയാണ്. നമ്മൾ ആരെ ആരാധിക്കുന്നുവോ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ കൂളായി കൈകാര്യം ചെയ്യാനും ദ്രോഹിച്ചവരോട് പോലും ശത്രുതയില്ലാതെ പകയില്ലാതെ എനിക്ക് പെരുമാറാൻ കഴിയുന്നത് ഞാൻ ആരാധിച്ചത് ധോണിയെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ ആയതുകൊണ്ടാകാം. രാമനെ അറിയാത്ത വേടൻ രാവണനെ ആരാധിക്കുന്നു. രാവണൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നെനിക്ക് അറിയില്ല. രാവണന്റെ ഗുണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേടനിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ബ്രാഹ്മണനായ രാവണൻ വലിയൊരു ബലാത്സംഗ വീരനായിരുന്നു. നിരവധി സ്ത്രീകളെ ക്രൂരമായി ഉപയോഗിച്ച രാവണൻ മറ്റൊരാളുടെ ഭാര്യയായ സീതയെ പോലും കാമിച്ചു. രാവണന്റെ ആരാധകനായ വേടനും സമാന സ്വഭാവം പുലർത്തുന്നു. ഒന്നിലധികം സ്ത്രീകൾ ഇതിനു മുൻപ് പരാതി പറഞ്ഞു. വേടനെതിരെ യുവ ഡോക്ടർ നൽകിയ പരാതി ഗൗരവമുള്ളതാണ്. ബലാത്സംഗം ചെയ്ത ശേഷം വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് കൊടുത്ത് ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ക്രൂരമായി ഉപദ്രവിക്കുന്നു. തൻ്റെ കാര്യങ്ങൾക്കായി അവളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു. പിന്നീട് നിഷ്കരുണം തള്ളിക്കളയുന്നു. പെൺകുട്ടി മാനസികമായി തകർന്ന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലാകുന്നു. വേടൻ പുതിയ കാമുകിയെ കണ്ടെത്തുന്നു. അവൾക്ക് വേണ്ടി പാട്ടെഴുതുന്നു. നവ അയ്യങ്കാളി ചമ്മങ്ങി സമൂഹത്തിൽ വിലസുന്നു. തകർന്നുപോയ ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ അവകാശമില്ലെന്നാണോ ഇടത് കപട പ്രൊഫസർ ജീവികൾ പറയുന്നത്? മുൻപ് പെൺകുട്ടികൾ പരാതി പറഞ്ഞപ്പോൾ വേടൻ മാപ്പ് പറഞ്ഞു മുങ്ങി. പീഡിപ്പിച്ചാൽ മാപ്പ് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ സ്ത്രീ സംരക്ഷണ അപ്പോസ്തല പാർവതി തിരുവോത്ത് അന്നൊരു ലൈക്ക് കൊടുത്ത പിന്തുണ നൽകി. അതേസമയം വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ അവസരം കിട്ടാൻ കിടന്ന് കൊടുത്ത കുറച്ചു പേർ പീഡനം എന്ന പേരിൽ വന്നപ്പോൾ ആഘോഷിച്ച അരുൺകുമാർ എന്തിന് പൾസർ സുനി എന്ന ക്രിമിനൽ നൽകിയ ഒറ്റ മൊഴിയുടെ പേരിൽ ദിലീപ് എന്ന നടനെ ക്രൂരമായി വേട്ടയാടി. അരുൺകുമാർ രാവിലെ പറയുന്നു ആരെയും അനാവശ്യമായി വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. അരുൺകുമാർ സാറെ, ക്രിമിനൽ കേസിൽ ഒരാളുടെ ഹിസ്റ്ററി നോക്കുക പതിവാണ്. നാളിതുവരെ ഒരു സ്ത്രീ പോലും മോശം പറയാത്ത ദിലീപ് പീഡനവീരനും ക്രൂരമായ ലൈംഗിക വൈകൃതമുള്ളവനെന്ന പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ വഴി മുൻപ് പറഞ്ഞ നിലവിൽ റെപ്യൂട്ടഡായ ഒരു തൊഴിൽ ചെയ്യുന്ന സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ മൊഴി സാറിന് വിശ്വാസമില്ലേ? സാറ് പറയുന്നതാ ഇത് പഴയ ആരോപണമാണെന്നാണ്. ഇത് പഴയതല്ല അരുൺ സാറെ. പരാതി കൊടുത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമവേശ്യ പണിയായി മാറരുത് അരുൺകുമാറിൻ്റെ തൊഴിലെന്നും പറയുന്നുണ്ട് അഖിൽ മാരാർ. സത്യം അന്വേഷിക്കണം, അത് സമൂഹത്തോട് പറയണം. ജാതിയോ മതമോ വർണ്ണമോ അല്ല, കയ്യിലിരിപ്പിനെയാണ് എതിർക്കുന്നത്. ഇതാണ് അഖിൽ മാരാറിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം. അഖിൽ മാരാറിൻ്റെ ഈ ഒരു നിലപാടിനോട് ഒത്തുചേർന്നാണ് ഭൂരിപക്ഷം മലയാളികളും ഇതിന് പിന്തുണയുമായി എത്തുന്നത്. വേടന്റെ ഈ ഒരു രീതികളെ നേരത്തെയും ചോദ്യം ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് അഖിൽ മാരാർ.